എന്തോന്ന് സാഹചര്യാടി? നവീന് നിന്നെ ജീവന, നിനക്ക് നവീന്റെ പ്രാണനും. ഇതിനപ്പുറത്തേക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇപ്പൊ എന്തായാലും ഗാഥയ്ക്ക് വേണ്ടിയാണ് നീ കഷ്ടപ്പെടുന്നതെന്ന് പറയണ്ട. നിങ്ങളുടെ സങ്കടം, അതിന്റെ പേരിൽ എന്റെ മകനെ ബലികൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഗാഥയുടെയും നവീന്റെയും ബന്ധത്തിന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഓക്കെല്ലേ? പോവാം. നവീൻ, ചായ. ചായ താനിട്ടതാണോ? അതെ. ഗാഥയുടെ സ്പെഷ്യൽ രുചി. അതെ, എപ്പോൾ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ എൻ്റെ കണ്ണും നാവും മനസ്സും എല്ലാം നിറച്ചുകൊണ്ടാണ് വരുന്നത്. ഇതുപോലൊരു സ്പെഷ്യൽ ചായ കയ്യിലുണ്ടാവും. ഒട്ടും കലർപ്പില്ലാത്ത ഈ ചിരി മുഖത്തുണ്ടാവും. ഒരിക്കൽ പോലും വാടാത്ത ഈ മുഖം ഉണ്ടാവും. പിന്നെന്താ സംഭവിക്കുന്നത്? അതാ എനിക്കറിയേണ്ടത്. പെട്ടെന്നതൊക്കെ എവിടെ തേഞ്ഞു വാഞ്ഞു പോകുന്നത്? എപ്പോഴാ ദേഷ്യമൊക്കെ വരുന്നത്? എപ്പോഴാ മറ്റുള്ളവരെ കണ്ടിട്ടില്ലാത്ത പോലെ പെരുമാറുന്നത്? ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ ഒറ്റയടിക്ക്. ഒറ്റയടിക്ക് അതിൻ്റെ ഉത്തരം പറയണമെന്നില്ല. എൻ്റെ മനസ്സിൽ ഈ ആശങ്കകളൊക്കെ ഉണ്ടെന്ന് താൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരം പതുക്കെ പതുക്കെ താൻ കണ്ടെത്തണം. എല്ലാത്തിനും ഉത്തരം താൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ശ്രമിക്കാം. എനിക്കൊരിക്കലും ആരോടും മോശമായിട്ട് പെരുമാറണമെന്ന് ഒരു താല്പര്യമില്ല നവീൻ. പക്ഷേ എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു പോകുന്നതാ. അതാ സത്യം. ഈ അവസ്ഥയിൽ നിന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് താൻ മാറുന്ന മാറ്റമുണ്ടല്ലോ. അപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് തനിക്കറിയോ കഥ? പോട്ടെ നവീൻ, കഴിഞ്ഞതൊക്കെ നമുക്ക് കുഴിച്ചു മൂടിക്കളയാം. എപ്പോഴും പറയാനുള്ളതാ ഞാൻ. എന്നാലും ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ നോക്കാൻ ഞാൻ. അത് തന്നെ എൻ്റെ പ്രതീക്ഷ. ഇതൊക്കെ എന്തോന്നാ അമ്മേ? ഇതിപ്പോ കൈ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതിനപ്പുറം കണ്ടവനായി ഈ മാണിക്കുഞ്ഞ്, അറിയോ? എന്നിട്ട് മാണിക്കുഞ്ഞിന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല അല്ലേ സാറേ? ഒന്നും മിണ്ടായിരിക്കും മാണിക്കുഞ്ഞ്. പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ സാറേ. തുടങ്ങിയല്ലോ. അതെ, അത് വിട്. രണ്ടുപേരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ലെങ്കിലേ ഒറ്റ അടിയാൻ വെച്ചേരും രണ്ടുപേർക്കും. അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അടി കിട്ടുന്ന കാര്യം എന്താ? എന്താ സാറേ? ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കല്യാണ വാർഷികോ. ആണോ? എന്നിട്ട് അതെന്താ മറന്നുപോയത്? സാറേ, സാറിന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഗത മാഡം, മാഡത്തിന് ഓർമ്മ ഉണ്ടായിരുന്നോ? എന്നിട്ട് താനെന്താ അത് എന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തായിരുന്നു? വിവാഹ വാർഷികം അങ്ങനെ ഒരാൾ ഓർമ്മിപ്പിച്ചിട്ടാണോ അറിയേണ്ടത്? ആ, അത് മോള് ചോദിച്ചത് കാര്യമാണ്. ജീവിതത്തില് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം നീ എങ്ങനെയാണ് മറക്കുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. നിസ്സാര കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഈ ഒരു തീയതി ഓർത്തു വെക്കാനായിട്ട്. ശരി, ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ആഘോഷിക്കണം. ചെറിയ രീതിയിലെങ്കിലും ആഘോഷിച്ചേ പറ്റൂ.
അതെന്താ ചെറിയ രീതിയിലാക്കുന്നേ? നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നേ. ഇപ്പൊ തന്നെ സിറ്റിയിൽ വിളിച്ചിട്ട് ഒരു ഹാള് ബുക്ക് ചെയ്യണം, ഒരു മേളം, നല്ല ഫുഡ്, പറ്റുമെങ്കിൽ പിള്ളേർ ഒരു ഡാൻസ്, പിന്നെ ഒരു ഗാനമേള. അല്ലേ സാറേ? ഷോ എന്റെ മാണിക്കുഞ്ഞെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ തന്നെ ഉടനെ അത് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന കാര്യം അല്ല പറയുന്നത്. ആഘോഷം എന്തായാലും അത് നമ്മളിൽ തന്നെ ഒതുങ്ങണം. മനസ്സിലായോ? നമ്മളിൽ ഒതുങ്ങണമെന്ന് പറഞ്ഞാ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നു, എന്നിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു. അതിനിടയിൽ ആ നിർമ്മലമായും മോളും പിന്നെ ആ ഉദയമാവനും കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ദുഷ്ടത കാണിക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നല്ലേ ഞാൻ കരുതിയത്. തൽക്കാലേ അത്രയും വലിയ ചേഞ്ച് ഒന്നും വേണ്ട. ഗാഥമോൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ സത്യം പറഞ്ഞ ഏറ്റവും വലിയ ആഘോഷം. അത് കറക്റ്റ് അമ്മേ. കുറച്ചു ദിവസം രണ്ടുപേരും മാറി നിന്നെങ്കിലും വിവാഹ വാർഷികത്തിന് രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യേ, എത്ര ദിവസം തല്ലുകൂടണം, എത്ര ദിവസം മാറി നിൽക്കണം എന്നൊക്കെ ഒരു കലണ്ടർ തയ്യാറാക്കി വെക്ക്. അപ്പൊ പിന്നെ തെരഞ്ഞു നടക്കുന്നവർക്ക് അതൊരു എളുപ്പമാണല്ലോ. എന്താമേ, കറക്റ്റ്? മാണിക്കുഞ്ഞിന്റെ ഉപദേശമല്ലേ? കലണ്ടർ അല്ല, അതിൽ കൂടുതൽ എന്ത് സംഭവിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ വിവാഹ വാർഷികം ആഘോഷിക്കുന്നു, അത് ഉറപ്പ്. ഹലോ മോളിക്കുട്ടി. ആ കൃഷ്ണേ, എടി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാനിങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് അമ്മ എന്താ പറഞ്ഞേ? നീ എന്താ അമ്മയെ വിളിക്കാതിരുന്നേ? അമ്മ എന്താ പറയാന്നറിയില്ലല്ലോ. നീ ധൈര്യമായിട്ട് വിളിച്ചോ, അമ്മ നിന്നെ ഒന്നും പറയില്ല. നീ അങ്ങോട്ട് പോയിരിക്കുന്നത് ശരിയാണെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നീ പറയുന്നേ? അമ്മ അങ്ങനെയൊന്നും പറയില്ലല്ലോ. പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ അമ്മ ഇനി ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നും പറഞ്ഞു. ആ തീരുമാനം എന്താണെന്നറിയോ? നീ നവീനൊപ്പം ജീവിക്കാന്നുള്ളതാ. മോളിക്കുട്ടി, സാഹചര്യം മനസ്സിലാക്കാതെ വെറുതെ എല്ലാവരും കൂടി ഓരോന്ന് പറയരുത് കേട്ടോ. എന്തോന്ന് സാഹചര്യാടി? നവീന നിന്നെ ജീവനാ, നിനക്ക് നവീന്റെ പ്രാണനും. ഇതിനപ്പുറത്തേക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇപ്പൊ എന്തായാലും ഗാഥയ്ക്ക് വേണ്ടിയാണ് നീ കഷ്ടപ്പെടുന്നതെന്ന് പറയണ്ട. ഗാഥ നവീന്റെ ജീവിതത്തിൽ ഇനിയില്ല. അതിപ്പോ നീ സമ്മതിച്ചു കൊടുത്താലും അവിടെ സമ്മതിക്കാത്തവർ ഇഷ്ടം പോലെയുണ്ട്. അല്ല, നിന്നോട് നവീന് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല. നവീന്റെ സ്നേഹം കാണുമ്പോ സത്യത്തില് എനിക്കെന്തോ പേടിയാവുന്നു. ഒന്നല്ല 10 ജന്മം കഴിഞ്ഞാലും നവീന്റെ അടുത്തുനിന്നും പോവാൻ പറ്റില്ലെന്ന് കരുതിപ്പോവും. അവിടെ നിന്നോ? അല്ല, വല്ലാണ്ട് സ്നേഹിച്ച് എല്ലാം കഴിഞ്ഞോ നിങ്ങൾ തമ്മില്? ഒന്ന് പോയേ നീ. നിന്റെ ചിരി കണ്ടിട്ടേ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എനിക്ക്. അടുത്തുണ്ടായിരുന്നെങ്കിലേ നിന്റെ തല ഞാൻ തല്ലി പൊളിച്ചാനെ.